നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടി, നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള തേർഡ് പാർട്ടിയുടെ ശരിക്കുമുള്ള ഉദ്ദേശം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ഞാനിവിടെ 3 കാർഡുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർസ് ചൂസ് ചെയ്യാം. റെഡ്, യെല്ലോ, വൈറ്റ്, ഇതിലേത് കാർഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ജനറൽ റീഡിംഗ് ആണ്, അതെല്ലാവരും ഓർത്ത് വെക്കുക. എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എന്നെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റഗ്രാമിലും ഷോർട്സും കാണുന്നവർക്ക് മുഴുവൻ വീഡിയോ യൂട്യൂബിലാണുള്ളത്. അപ്പോൾ അതിന് വേണ്ട ലിങ്കും എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ റീഡിങ്ങിന്റെ ടൈം സ്റ്റാമ്പ്, യെല്ലോ റീഡിങ് എത്ര മിനിറ്റിലാണ് തുടങ്ങുന്നത്, വയലറ്റ് എത്ര മിനിറ്റിലാണ് തുടങ്ങുന്നത്, എല്ലാം ഞാൻ യൂട്യൂബിന്റെ മെയിൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോ സെലക്ട് ചെയ്തോളൂ. സെലക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഒന്നാമത്തെ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച്, ഈ തേർഡ് പാർട്ടി കണക്ഷനുള്ള വ്യക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് നിങ്ങൾ എന്താണ് അറിയേണ്ടത്. നിങ്ങൾ ചിലപ്പോൾ വിവാഹിതരായിരിക്കും, അതല്ലെങ്കിൽ ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് ആയിരിക്കും, ചിലപ്പോ നിങ്ങളൊരു തേർഡ് പാർട്ടി ആയിരിക്കും, പക്ഷെ വേറൊരു തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം ഇതിലെ തേർഡ് പാർട്ടി. എന്തായാലും നമുക്ക് റീഡിംഗ് ഓറക്കൽ മെസ്സേജ് നോക്കാം. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നിങ്ങളൊന്നും പേടിക്കണ്ട, എല്ലാം ദൈവം നോക്കിക്കോളും എന്നാണ് ഇവിടുത്തെ ഒരു കാർഡ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആളുകളാണെന്നാണ് പറയുന്നത്. ഇനി കാർഡ്സ് വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇതാണ് നമുക്ക് ഏറ്റവും വലിയ ആവശ്യമുള്ള കാര്യം. നമ്മൾക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഒരു കാര്യവുമല്ല ആവശ്യം, ദൈവാനുഗ്രഹം വേണം. പിന്നെ ഒരു കാർഡും കൂടെ അടിയിലുണ്ടോ എന്ന് നോക്കാം. ഇനി ഉണ്ടോ എന്ന് നോക്കാം. കാർഡ് വന്നിട്ടില്ല. ഈ ഗുരുത്വം എന്നൊക്കെ പറയില്ലേ, നമ്മള് പണ്ടത്തെ ആളുകൾ, നമ്മൾ അവരെ കാണുമ്പോൾ കാല് തൊട്ട് വീഴുക, കൈകൂപ്പി സംസാരിക്കുക, ഇതൊക്കെ ഗുരുത്വം നമ്മളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോഴത്തെ മാതാപിതാക്കൾ പൊതുവെ കുട്ടികളെ അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാറില്ല. ടീച്ചറും അവരെ പഠിപ്പിക്കുന്ന ടീച്ചർ എന്ത് സ്വഭാവമുള്ള ആളുമായിക്കോട്ടെ, പക്ഷെ അവരുടെ എല്ലാ അനുഗ്രഹം മക്കൾക്ക് വേണം. അവരുടെ അനുഗ്രഹം നമ്മളുടെ പ്രായമുള്ള ആളുകൾ, അത് നമ്മളുടെ അപ്പൂപ്പൻ അമ്മൂമ്മയാവണമെന്നില്ല, പുറത്തുള്ളവരാണെങ്കിലും നമ്മൾ അവരോട് റെസ്പെക്ടോടെ പെരുമാറണം. അതൊക്കെ ഒരു സഹിഷ്ണുതയുടെ കാര്യം, ഒരു ടോളറൻസ് ആണ്. അവരെന്ത് ചെയ്താലും അതിനെ എതിർക്കാതിരിക്കുക. ആ ടോളറൻസ് ഒന്നും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാത്തത് കൊണ്ടും നമ്മൾ പഠിക്കാത്തത് കൊണ്ടുമാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ജീവിതത്തിൽ. കാരണം പെട്ടെന്ന് ദേഷ്യം വരുന്നു, ഭർത്താവിനോടാണെങ്കിലും ആരോടാണെങ്കിലും റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്നു, അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നു, ഇതെല്ലാം വരുന്നതുണ്ട്. അപ്പൊ ദൈവം പറയുന്നത് നിങ്ങളെല്ലാം അനുഗ്രഹമുള്ള ആളുകളാണ്, എല്ലാവരുടെയും അനുഗ്രഹം നമുക്ക് വേണം. ഗുരുക്കന്മാരുടെയും കുരുത്തം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നാലേ നമ്മൾക്ക് ഭാവി, നമുക്ക് ഇപ്പോഴുള്ള നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെ ജീവിക്കുന്നു നോക്കിയിട്ട് കാര്യമില്ല, വയസ്സാവുമ്പോഴാണ് നമുക്ക് അതിന്റെയൊക്കെ ഗുണം കിട്ടാൻ പോകുന്നത്. കാരണം നമ്മളെ ആരെങ്കിലുമൊക്കെ നോക്കണ്ടേ, അല്ലേ? വയസ്സാകുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ജീവിതം ഒന്ന് ഓർത്തു നോക്കിയേ, തമാശ കാര്യമല്ല. അപ്പോ എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നിങ്ങളെല്ലാം അനുഗ്രഹമുള്ള ആളുകളാണെന്ന് ദൈവം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് യോഗ പ്രാക്ടീസ് ചെയ്താൽ നല്ലതായിരിക്കും. യോഗ എന്ന് പറയുമ്പോൾ അതിനകത്ത് മെഡിറ്റേഷൻ ഒക്കെ വരും. മെഡിറ്റേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലേക്ക് കിടന്ന് നമ്മളുടെ കാര്യങ്ങൾ, നമ്മൾ എന്താണെന്ന് ഒരു തിരിച്ചറിവാണ് മെഡിറ്റേഷൻ. അല്ലാതെ പിടിച്ചിരുത്തി മനസ്സിനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചിരുത്തി അങ്ങോട്ട് പോകുന്ന മനസ്സിനെ ഒരിക്കലും നമുക്ക് പിടിച്ചിരുത്താൻ പറ്റില്ല. മനസ്സ് അങ്ങോട്ട് പോകുന്നു, കുറെ കഴിയുമ്പോൾ നമ്മൾ പിടിച്ചു വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് 2 മിനിറ്റ് പിന്നെയും ചെയ്യുന്നത്. മനസ്സിലായോ? അതാണ് മെഡിറ്റേഷൻ. അപ്പം മനസ്സിനെ ഒന്ന് കൺട്രോളിൽ വെക്കുക, നമ്മൾ ആരാണെന്ന് പഠിക്കുക, അത്രേ ഉള്ളൂ മെഡിറ്റേഷൻ. ഓൾറൈറ്റ്. അപ്പൊ ഒന്നാമത്തെ കളർ എടുത്തവരുടെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. 6 of Wands ആണ്. 6 of Wands എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിക്ടറി ആഗ്രഹിക്കുന്ന, എല്ലാത്തിനും ഞാൻ മുമ്പിൽ വേണം, എന്നെ 4 പേര് വേണം, ഞാൻ റെക്കഗ്നൈസ് ചെയ്യപ്പെടണം, എല്ലാവരും എന്നെ അറിയണം, ഞാനാണ് വലിയ ആളെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ അറിയാതെ കൺട്രോൾ ചെയ്യണം. അവരുടെ വായിൽ ചീത്ത തെറ്റായ വാക്കുകൾ, സന്ദർഭത്തിനനുസരിക്കാത്ത വാക്കുകൾ വന്നു കഴിഞ്ഞാൽ നാണക്കേടല്ലേ? നമുക്ക് എന്താ നാണക്കേട്? ഓരോരുത്തരുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളും ഓരോരുത്തരുടെ പ്രവൃത്തിയുടെയും ഉത്തരവാദിത്വം ആ ആൾക്കാണ്, നമുക്കല്ല. മനസ്സിലായി? അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്ക് ആരുടെ ഉത്തരവാദിത്വം ആരും തന്നിട്ടില്ല.
ആര് എന്ത് തെറ്റിയുന്നോ അവരുടെ ഉത്തരവാദിത്വം അവർക്കാണ്, നമുക്കല്ല. നമ്മളുടെ കുട്ടികളാണെങ്കിൽ മാത്രം, അവർ ചെറുതാണ്, പ്രായപൂർത്തിയാവണ വരെ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതല്ലെങ്കിൽ വലുതായി കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തമാണ്, നമ്മളുടെ അല്ല. നമ്മൾ അവരെ ത്യജിക്കണമെന്നോ ഉപേക്ഷിക്കണമെന്നല്ല പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുക. പക്ഷെ അവര് ചെയ്യുന്ന തെറ്റുകൾക്ക് നമ്മൾ ഉത്തരവാദിയല്ല. ഓരോരുത്തർക്കും അറിവുണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ. അപ്പം ഇവിടെ എല്ലാത്തിലും കൺട്രോൾ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയെ കാണുന്നുണ്ട്. ഇത് തേർഡ് പാർട്ടിയുടെ എനർജിയാണ് കേട്ടോ. തേർഡ് പാർട്ടി ആണ് ഇങ്ങനെ, നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി അല്ല, ഇത് തേർഡ് പാർട്ടിയുടെ എനർജി, തേർഡ് പാർട്ടിയുടെ ഓവറോൾ എനർജി. തേർഡ് പാർട്ടി എല്ലാത്തിലും കയറി ഇടപെട്ട് അതിലൊരു കൺട്രോൾ വെക്കാൻ ആഗ്രഹിക്കും. തേർഡ് പാർട്ടി നിങ്ങളുടെ ഭർത്താവിന്റെ അമ്മയായിരിക്കാം, ഭാര്യയുടെ അമ്മയായിരിക്കും, ഗേൾഫ്രണ്ട് അമ്മയായിരിക്കും, ബോയ്ഫ്രണ്ട് അമ്മയായിരിക്കാം. ഇത് വേറൊരു സ്ത്രീയുമാവാം, പുരുഷനുമാകാം, അമ്മായിപ്പൻ, അമ്മായിമ്മ, ആരും ആയിക്കോട്ടെ കേട്ടോ. അപ്പൊ ഈ ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന, എല്ലാത്തിലും എന്റെ ആധിപത്യം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി. ചിലപ്പോ നമ്മള് വീട്ടില് കറി വെച്ചോണ്ടിരിക്കുമ്പോ കറിയുടെ ഇടയ്ക്ക് വന്നിട്ട് അതിന് മറ്റേത് പോരാ ഇത് പോരാ എന്ന് പറയുന്നതും ഒരു ഇതാണ്. എന്നുവെച്ചാൽ അവരുടെ എന്തെങ്കിലും ഒരു അഡ്വൈസ് അതിനകത്ത് വേണം. അവര് ചെയ്യുന്നില്ല, നമ്മളാ ചെയ്യുന്നത്. പക്ഷെ അവരുടെ ചെറിയൊരു ആധിപത്യം അതിനകത്ത് വേണം. അങ്ങനെ പറയുന്ന പല ആളുകളും ഉണ്ട്. അപ്പോ ഇവിടെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടിയുടെ പരിപാടിയാണത്. ഓൾ റൈറ്റ്. അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് കിങ് ഓഫ് വോൺസ് ആണ്. കിങ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഈഗോ ഉള്ള, കുറച്ചല്ല ഭയങ്കര ഈഗോ ഉള്ള ഒരാളാണ്. എല്ലാത്തിലും ഞാൻ റെക്കഗ്നൈസ് ചെയ്തു. ഈ രണ്ട് കാർഡും വളരെ ഭയങ്കരമായിട്ട് ഈഗോ ഉള്ള, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന, എന്ന് വെച്ചാല് ഇവര് സമ്മതിക്കില്ല അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. നീ ഇഷ്ടമുള്ള പോലെ ചെയ്തോ, പക്ഷെ ഇങ്ങനെ ചെയ്യാം, പക്ഷെ എനിക്ക് ആ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ആളുകളാണ്. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. അതും ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. ഇതും ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. 5 of Wands ആണ്, കോമ്പറ്റീഷൻ. അപ്പോ രണ്ടുപേര് തമ്മിലുള്ള കോമ്പറ്റീഷൻ ആവാം, അതല്ലെങ്കിൽ ഇത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കോമ്പറ്റീഷൻ ആവാം, അല്ലെങ്കിൽ നിങ്ങളോടുള്ള കോമ്പറ്റീഷൻ ആവാം. ഇത് ആരും ആയിക്കോട്ടെ, ഭയങ്കര കോമ്പറ്റീഷൻ മുഴുവൻ ഫയർ സൈൻ ആണ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഓൾ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. തേർഡ് പാർട്ടിയുടെ ഓവറോൾ എനർജിയാണ് കണ്ടത്. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിങ്സ് ചോദിച്ചപ്പോൾ ഈ കാർഡുകളാണ് വന്നത്. നിങ്ങളുടെ വ്യക്തിയോട് തേർഡ് പാർട്ടിക്ക് ഇങ്ങനെയാണ് വന്നത്, റിവേഴ്സ് ആവുന്നത്. കിങ് ഓഫ് കപ്സ്. ഈ വെറുതെ കള്ളത്തരം കാണിച്ച് ഇവര് ഭയങ്കരമായിട്ട് പ്രശ്നം, നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെയധികം ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി. ഇവർക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ളത് ഒട്ടും ഇഷ്ടമല്ല, മനസ്സിലാവുണ്ടോ? അപ്പോ ഇവര് വളരെ ശാന്തത സ്വഭാവമുള്ള ഒരാളായിട്ട് കാണിക്കുകയാണെങ്കിൽ വളരെ തണുപ്പം വെട്ടിലാണ് പെരുമാറുക നിങ്ങളുടെ വ്യക്തിയോട്. കാരണം നിങ്ങളെ ഉപേക്ഷിക്കാത്തത് കൊണ്ടുള്ള ദേഷ്യം. രണ്ടാമത്തെ കാർഡ് 5 of Pentacles ആണ്. 5 of Pentaclesലും ഇവർക്ക് നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിക്കണം എന്നുണ്ട്. കാരണം വ്യക്തി ഉണ്ടാക്കുന്ന പൈസ, വ്യക്തിയുടെ സ്വത്ത് മുഴുവൻ ഇവർക്ക് കിട്ടണം, മനസ്സിലാവുണ്ടോ? ഇത് നിങ്ങൾക്ക് കിട്ടാൻ പാടില്ല. കുട്ടികളുണ്ടെങ്കിൽ അവർക്കും കിട്ടാൻ പാടില്ല. ഗേൾഫ്രണ്ട് ആണ് നിങ്ങളെങ്കിൽ നിങ്ങളായിട്ട് വിവാഹം നടക്കാൻ പാടില്ല എന്നൊക്കെ ആഗ്രഹം. നിങ്ങളെ ഉപേക്ഷിക്കണം, പക്ഷെ നടക്കുന്നത് ഇവര് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ വ്യക്തി ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു, പക്ഷെ എന്നാലും ഇവര് ക്ഷമയോടെ ഇരിക്കുകയാണ്, എന്തെങ്കിലും ഇവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്ന വിചാരം. 10 of Pentacles റിവേഴ്സ് വന്നിട്ടുണ്ട്. ഇവര് നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊരു, അപ്പൊ നിങ്ങളുടെ വ്യക്തി വിവാഹം കഴിക്കണമെന്ന് വിചാരിക്കുന്ന ആരോ ഒരാളാണ്. നിങ്ങളെ മാറ്റിയാണ്, നിങ്ങളാണ് തടസ്സം. നിങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ സുഗമമായ റിലേഷൻഷിപ്പ് പോസിബിൾ ആകുമെന്നാണ് കാണുന്നത്. ഇപ്പൊ ഇവർക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒട്ടും ഹാപ്പി അല്ലായിരുന്നേ. അവർ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ വ്യക്തി ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ ഹോമിറ്റുണ്ട്. പക്ഷെ ഇവര് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് അകന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരും വ്യക്തി. അത് അവർക്ക് സമ്മതിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് പറയുന്നുണ്ട്. ഈ വ്യക്തി എപ്പോഴും കുറ്റപ്പെടുന്ന ഒരാളാണ്. നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങളുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് ഈ തേർഡ് പാർട്ടി. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഇവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്താല് നിങ്ങളുടെ വ്യക്തിയെയും വളരെയധികം പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരാളാണ് തേർഡ് പാർട്ടി. ഇവര് തമ്മിൽ നേരത്തെ പരിചയമൊന്നുമില്ല. ചിലപ്പോ ഇപ്പൊ ഈ മീൻസ് എന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ പരിചയമുള്ള രണ്ടുപേരല്ല. ഇവര് ഓഫീസിൽ പരിചയപ്പെട്ടതായിരിക്കാം, എന്തെങ്കിലും ഷോപ്പിങ്ങിന് പോയി യാത്രയിൽ പോയപ്പോ പരിചയപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു കടയിൽ കയറുമ്പോൾ അങ്ങനെ പരിചയപ്പെട്ടതാവാനാണ് വഴി. തേർഡ് പാർട്ടി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു എനർജിയാണ് കേട്ടോ. വളരെ ദുരുദ്ദേശമുള്ള ഒരു എനർജിയാണ്. നിങ്ങൾക്ക് പണി തരാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങളെയും നോക്കി സംസാരിക്കുന്ന, നിങ്ങളും വ്യക്തിയും കൂടെ കടകളിൽ പോകുമ്പോഴും നിങ്ങളും വ്യക്തിയും ഒരുമിച്ച് കാണുമ്പോഴും ഇവർക്ക് ഉള്ളിൽ ഭയങ്കര അസൂയം കുശുമ്പും വരുന്നുണ്ടെങ്കിലും നിങ്ങളോട് വളരെ നന്നായിട്ടാണ് ഇവർ പെരുമാറുന്നത്. അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള പരിപാടി നിങ്ങൾക്ക് ശരിക്കും കൃത്യമായിട്ട് കിട്ടുന്നില്ല.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ വ്യക്തി ശരിക്കും തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും തേർഡ് പാർട്ടിയെ മനസ്സിലായിട്ടുണ്ട്. കാരണം ഇവര് ഒരു കൈവിഷം കൊടുക്കുന്ന ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തി കാണുന്നത്. ചിലപ്പോൾ നിങ്ങളോട് അത് പറഞ്ഞിട്ടും ഉണ്ടാവും. അപ്പോൾ വ്യക്തിക്ക് ഇവരെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വ്യക്തിയുടെ മനസ്സിൽ ഇവര് വ്യക്തിയോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോഫി ഷോപ്പൊക്കെ നടത്തുന്ന ഒരു സ്ത്രീക്കാണ് അല്ലെങ്കിൽ പുരുഷനാണ് നിങ്ങളുടെ വ്യക്തിയോട് റിലേഷൻഷിപ്പ് എങ്കിൽ ചായയിലോ എന്തിലോ ജ്യൂസിലോ എന്തെങ്കിലും എന്തോ ഇട്ട് കൊടുത്തതാണെന്നാണ് ഒരു സംശയം. ഇവരൊരു ബ്ലാക്ക് മാജിക് നടക്കുന്ന ഒരു മന്ത്രവാദിനിയോ മന്ത്രവാദം ചെയ്യുന്ന ഒരാളോ ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഈ തേർഡ് പാർട്ടിയെ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ തേർഡ് പാർട്ടിക്ക് പക്ഷേ പ്രൂഫ് ഒന്നും കിട്ടിയിട്ടില്ല. ഇവരെന്തോ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. നിങ്ങളോട് തുറന്ന് പറയാനും പറ്റില്ല വ്യക്തിക്ക്. കാരണം നിങ്ങളെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. ഒരു ഭർത്താവും അല്ലെങ്കിൽ ഒരു ബോയ്ഫ്രണ്ടും ഒരു ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടിനോടോ ഒരു ഭർത്താവും ഗേൾഫ്രണ്ടിനോടോ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് പറയുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വരും. ഇതിപ്പോ നിങ്ങളുടെ മനസ്സിൽ കുറെ സംശയങ്ങളുണ്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കണക്ഷനിലാണെന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ട്. അത് തേർഡ് പാർട്ടി ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി അറിയാതെ അതിനകത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇവരെന്തോ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇത്രയും അട്രാക്ഷൻ നിങ്ങളോട് തോന്നേണ്ട കാര്യമില്ലല്ലോ എന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. എന്താണ് പരിപാടി എന്ന് അറിയില്ല. അപ്പൊ ഈ തേർഡ് പാർട്ടിയുടെ ഫാമിലി മൊത്തത്തിൽ ഇങ്ങനത്തെ നിങ്ങളുടെ വ്യക്തി നല്ല പൈസയുള്ള സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, അപ്പൊ അങ്ങോട്ട് പിടിച്ചെടുത്താൽ അതുകൊണ്ട് ഗുണമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ഫാമിലിയാണ് തേർഡ് പാർട്ടിയുടെ ഫാമിലി. ഓൾറൈറ്റ്, ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് വിചാരിക്കുന്ന ഈ കാര്യം നടക്കുമോ? അവർക്ക് അതാണ് ഉദ്ദേശം, നിങ്ങളുടെ വ്യക്തിയെ അടിച്ചെടുക്കുക, നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കുക. നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ക്വീൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ ക്വീൻ ഓഫ് വാൻസ് നടക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ ക്വീൻ ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. എന്ന് വെച്ചാല് ഈ നമ്മൾ പണ്ട് കാലത്ത് നമ്മള് യക്ഷികളെയൊക്കെ കുറിച്ച് പറയുന്നേ, നമ്മളുടെ മിത്തോളജി കഥ ഫോക്ലോറിലൊക്കെ യക്ഷികളെ കുറിച്ച് പറയും. യക്ഷികൾ എങ്ങനെയാണ്? വളരെ സുന്ദരികളായ ഭീകരരൂപികളായ ഒരു ആണുങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടി, ആണോ പെണ്ണോ പിടിച്ചെടുക്കാൻ വേണ്ടി വളരെയധികം സൗന്ദര്യമുള്ള, നന്നായിട്ട് പാട്ടുപാടാൻ കഴിവുള്ള, നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള, നല്ല സ്വഭാവമുള്ള സ്ത്രീകളുടെ രൂപത്തിലാണ് വരിക. എന്നിട്ടാണ് ഇവരെ ചോര കുടിക്കുന്നത്. അങ്ങനത്തെ ഒരു ഫോക്ലോർ നമുക്കുണ്ട്. അതുപോലെയാണ് ഇവിടുത്തെ ഈ തേർഡ് പാർട്ടി ക്വീൻ ഓഫ് വാൻസ് വന്നിരിക്കുന്നത്. ഇവരുടെ ഉദ്ദേശം വളരെ നെഗറ്റീവാണ്. നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് ഒരു കാര്യം ഇവർക്കില്ല. പൈസ വേണം. ഇവരുടെ വീട്ടുകാർക്കും അത് തന്നെയാണ് വേണ്ടത്. അപ്പൊ ഇവരെ മുന്നിൽ നിർത്തി വീട്ടുകാരെ കളിക്കുന്ന ഒരു കളിയാണ് ഈ തേർഡ് പാർട്ടിയുടെ പരിപാടി. അപ്പോ ഈ തേർഡ് പാർട്ടി ചിലപ്പോ ചിലപ്പോ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തുള്ള ഒരു തേർഡ് പാർട്ടിയാണ്. എന്തായാലും ഇതൊരു പുരുഷനോ സ്ത്രീയോ പുരുഷനാവാം, സ്ത്രീ ആവാം. ഒരു സ്ത്രീ എനർജിയിലാണ് വരുന്നത്. അപ്പോ ഇവരുടെ ഉദ്ദേശം വളരെ മോശമാണ്. നിങ്ങളുടെ വ്യക്തി ഇവരുടെ അടുത്ത് പോയാലും അധികം നാളൊന്നും ഇവര് വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ വെക്കില്ല കേട്ടോ. അപ്പൊ ഉദ്ദേശം നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തേക്കുള്ള കാര്യം അവരുടെ ഉദ്ദേശം നടക്കുള്ളൂ. അത് കഴിഞ്ഞാൽ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് വ്യക്തിയോട് എത്രത്തോളം സ്നേഹമുണ്ട് അതനുസരിച്ചാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ വേണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കാനായിട്ട്. വളരെ സ്നേഹമുള്ള ആളാണെങ്കിൽ, നിങ്ങൾക്ക് സ്നേഹമാണ്, വളരെ നല്ല മനുഷ്യനാണ്, നല്ല സ്ത്രീയാണെങ്കിൽ നിങ്ങൾ ഇവരെ തിരിച്ച് സ്വീകരിക്കണം. കാരണം ഇവർക്ക് എന്തോ പണി കൊടുത്തിട്ടുണ്ട് തേർഡ് പാർട്ടി. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഇവർക്കുള്ള ഗൈഡൻസ് എന്താണ് ഈ അവസ്ഥയിൽ? 4 ഓഫ് പെന്റക്കിൾസ് ആണ് കാണിക്കുന്നത്. 4 ഓഫ് പെന്റക്കിൾസ് നിങ്ങൾ വെക്കണം എന്നാണ് പറയുന്ന ഈ വ്യക്തി. നിങ്ങൾക്ക് ഈ വ്യക്തിയെ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ, നിങ്ങൾക്ക് സ്നേഹമാണ്. നിങ്ങളുടെ ഭർത്താവായിരിക്കാം, ബോയ്ഫ്രണ്ട് ആയിരിക്കാം, ഗേൾഫ്രണ്ട് ആയിരിക്കാം, ഭാര്യ ആയിരിക്കാം, അല്ലെ? നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഇവരെ ചേർത്ത് പിടിക്കണം എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ തട്ടിക്കൊണ്ടു പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ഈ വ്യക്തിക്ക് മാക്സിമം ആയിട്ട് സ്നേഹം കൊടുക്കുക, ചേർത്ത് പിടിക്കുക വ്യക്തിയെ. വ്യക്തി പറയുമ്പോൾ എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ ദേഷ്യപ്പെടാതിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയെ അകറ്റിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം വളരെ ശൗര്യം കൂടിയ തേർഡ് പാർട്ടിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ zodiac signs Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Virgo, Pisces, 6 of Cups, Cancer, Pisces, Scorpio, Judgment, Scorpio, Hermit, Virgo, 10 of Cups, Cancer, Pisces, Scorpio,
ഇവിടെ 10 of Pentacles വരുന്നുണ്ട്. ഇവരുടെ ഉദ്ദേശം ഒന്നും നടക്കുന്നില്ല. പൈസ വേണം, ഭയങ്കര ഹാപ്പിനെസ് വേണം തേർഡ് പാർട്ടിക്ക്. ഇതൊന്നും നടക്കുന്നില്ല. ഈ വ്യക്തി ഒന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇവിടെ 5 of Pentacles ഉണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ആദ്യത്തെ കാർഡ് കിങ് ഓഫ് കപ്സ് ആണ്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഇത് കിങ് ഓഫ് വോൺസും 5 of വോൺസും ആണ്. അത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. 6 of Wands, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. കുറച്ച് കൂടിയ തേർഡ് പാർട്ടി ആയിരുന്നു അത്. പോട്ടെ, രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്ക്. തേർഡ് പാർട്ടിയുടെ ഓവറോൾ എനർജിയാണ് ഞാൻ നോക്കുന്നത്. കാരണം തേർഡ് പാർട്ടി ആണ് റീഡിംഗ് ആയത്, തേർഡ് പാർട്ടിയുടെ എനർജിയാണ് ഇവിടെ വരുന്നത്. തേർഡ് പാർട്ടിയുടെ ഓവറോൾ എനർജി എന്താണ്? 8 of Swords ആണ്. 8 of Swords എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി പറയുന്നത് ഞാൻ നിങ്ങളുടെ വ്യക്തിയെ പിടിച്ചു വെക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, എന്നെ ട്രാപ്പ് ചെയ്തേക്കാണ് എന്ന്. അത് പക്ഷേ ഇവര് നുണ പറയുന്നതാവാം, അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ നിങ്ങളുടെ വ്യക്തിയോടുള്ള സ്നേഹവും ഒരു എന്താ പറയാ, നിങ്ങളുടെ വ്യക്തി ഭയങ്കര സ്ട്രോങ് ആണ്, അപ്പൊ ഈ വ്യക്തി എനിക്ക് വേണമെന്ന ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതുമായിരിക്കാം ഇവരെ ഈ റിലേഷൻഷിപ്പിൽ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. 8 of Swords എന്ന് പറയുന്നത് അക്വയറിയസ്, ലിബ്ര, ജെമിനി, ഇത് ഇവരുടെ ചിന്തയാണ്, മനസ്സിലെ ചിന്ത. അപ്പൊ ഞാൻ ഇവിടെ പെട്ടുപോയതാണെന്നാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഞാൻ ഇതിനകത്ത് വിചാരിച്ചതല്ല, ഇതിനകത്ത് വന്ന് കേറിപ്പോയി, ഇതിനകത്ത് ഇപ്പൊ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, പെട്ടുപോയി എന്നൊരു എനർജിയാണ്. അപ്പൊ 5 of Wands റിവേഴ്സും കിങ് ഓഫ് വാൻസ് റിവേഴ്സും വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവര് പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇവര് നിങ്ങളുടെ വ്യക്തിയോട് വഴക്കുണ്ടാക്കുന്നില്ല, ഇവര് ഈഗോ കാണിക്കുന്നില്ല ഈ വ്യക്തിയോട്. അതുപോലെ തന്നെ ഇവര് ഈ സമയം ഈ ഒരു റിലേഷൻഷിപ്പ് പോകണമെന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ ഇവര് ഈ റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പുറമെ പറയുമ്പോൾ ഞാനായിട്ടില്ല, ഞാൻ അവരുടെ പുറകെ, ഞാൻ നിങ്ങളുടെ വ്യക്തിയുടെ പുറകെ പോയതല്ല, ഇങ്ങോട്ട് വന്നതാണ്, അപ്പൊ ഞാനിപ്പോ പെട്ടുപോയി എന്ന ഒരു അഭിനയം കാഴ്ചവെക്കുകയാണ് തേർഡ് പാർട്ടി. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. ഇവിടെ ഈ റീഡിങ് കുഴപ്പമില്ല, പക്ഷെ വേറെ സമയത്ത് അപ്പോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എന്താണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ശരിക്കുമുള്ള ഫീലിംഗ്? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒന്നുകൂടെ ഓം നമഃ ശിവായ. Alright. അപ്പോ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ് ഭഗവാനെ? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിങ്സ് ചോദിച്ചപ്പോൾ അതിൽ 2 കാർഡുകളാണ് വന്നിട്ടുള്ളത്. Alright. ഒരു കാർഡ് മജീഷ്യൻ ആണ് വന്നിരിക്കുന്നത്, പിന്നെയുള്ളത് ജസ്റ്റിസും. അപ്പോ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ഭയങ്കര, ഇവര് ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ. നിങ്ങളുടെ വ്യക്തി ഭയങ്കര ചാമുള്ള, ഭയങ്കര അട്രാക്ഷൻ ഉള്ള ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി മാജിക് ഒക്കെ കാണിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പൊ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ സംസാരത്തിലോ, നിങ്ങളുടെ വ്യക്തി ചിലപ്പോ ഈ മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കുന്ന ഒരാളായിരിക്കാം. അപ്പോ നിങ്ങളുടെ വ്യക്തിക്ക് എന്തോ കഴിവുകളുണ്ട്, അതിലേക്കാണ് തേർഡ് പാർട്ടി വന്ന് കയറിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയോടുള്ള ഇവരുടെ കണക്ഷൻ ജസ്റ്റിഫൈ ചെയ്യുന്നത് ഞാനായിട്ട് ചെന്ന് കയറിയതല്ല, ഈ വ്യക്തിയിലുള്ള എന്തോ ഒരു പ്രത്യേകത കൊണ്ടാണ് ഞാൻ ഈ വ്യക്തിയുമായിട്ട് അട്രാക്റ്റഡ് ആവുന്നത്. ചിലപ്പോ അമ്പലത്തിലെ പൂജകൾ ചെയ്യുന്ന പൂജാരി ആവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തോ മതപരമായ എന്തോ ഒരു കണക്ഷൻ ഉള്ള, അല്ലെങ്കിൽ ടാരോ റീഡിങ് ചെയ്യുന്ന ഒരാള്, മോട്ടിവേഷൻ സ്പീക്ക് ചെയ്യുന്ന ഒരാള്, അല്ലെങ്കിൽ യൂട്യൂബർ ആയിരിക്കാം. മനസ്സിലായി? എന്തോ ആ വ്യക്തിയുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഒരു അട്രാക്ഷൻ തോന്നി, അങ്ങനെ അടുത്തതാണെന്നാണ് പറയുന്നത്. ഇവർ തമ്മിൽ ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ കണ്ടു പരിചയമായിരിക്കാം. അപ്പൊ തേർഡ് പാർട്ടിക്ക് അത് തെറ്റായിട്ട് തോന്നുന്നില്ല, ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്നാണ് തേർഡ് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നത്. എന്റെ കയ്യിലല്ല തെറ്റ്, അത് ആദ്യം തുടങ്ങി അവർ പറയുന്നുണ്ട്. ജെമിനി, ലീബ്ര. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് കുറെ അങ്ങനത്തെ വ്യക്തിയാണെങ്കിൽ, എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഇനിയിപ്പം അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഈ വ്യക്തിക്ക് പല ആരാധകന്മാരും ഒക്കെ ഉണ്ടാവും.
അപ്പോ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഇവിടെ എംപറർ റിവേഴ്സും 6 ഓഫ് പെന്റക്കിൾസ് അപ്രൈറ്റുമാണ് വന്നിരിക്കുന്നത്. ഇവര് ഇപ്പൊ പരിചയപ്പെട്ടതല്ല. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും നേരത്തെ പരിചയമുള്ള 2 പേരാണ്. അപ്പോ നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ കുറച്ച് പ്രായം ഉള്ള സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം. ഇത് ഒരു ട്രെയിനർ ആയിരിക്കാം, ഒരു പ്രൊഫസർ ആയിരിക്കാം, കോച്ചിങ് കൊടുക്കുന്ന ഒരാളായിരിക്കാം. അങ്ങനെ ഒരു കണക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തി എപ്പോഴോ എന്തോ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ടാവാം ചിലപ്പോ. അപ്പോ ഇപ്പൊ നല്ല നിലയിലായിരിക്കാം തേർഡ് പാർട്ടി. അങ്ങനെ വന്നപ്പോ എവിടെയോ വെച്ച് കണ്ടുമുട്ടിയതായിരിക്കാം. അങ്ങനെ ആവാനും ഉണ്ട്. മോട്ടിവേഷൻ കൊടുത്ത് ഈ വ്യക്തിയുടെ, ഈ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ ഉയർച്ച വരാൻ നിങ്ങളുടെ വ്യക്തി എങ്ങനെയോ ഒരു കാരണമായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു അട്രാക്ഷൻ കൂടിയുണ്ട്. അപ്പോ നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു ചിന്തയാണ്. നിങ്ങളുടെ വ്യക്തിക്ക് ഇതൊരു സഹായം ആവശ്യമുള്ള ഒരാളാണ് ഈ തേർഡ് പാർട്ടി. ആ ഒരു അട്രാക്ഷൻ മാത്രമേ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ളൂ. അല്ലാതെ അവർക്ക് വേറെ ചിന്തയൊന്നുമില്ല നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട്, കേട്ടോ. തേർഡ് പാർട്ടി ഒരു ഇന്നസെന്റ് ആയ ഒരു ആളാണ്, എന്ന് വെച്ചാൽ വളരെ നിഷ്കളങ്കതയുള്ള ഒരാളാണ് എന്ന ഒരു ഇതിലാണ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയോട് ഇടപെടുന്നത്. ചിലപ്പോൾ ഒരു ആരാധികയായിട്ടായിരിക്കും തേർഡ് പാർട്ടി കാണുന്നത്. നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി കാണുന്നത് അല്ലെങ്കിൽ ഒരു ആരാധകനായിട്ടായിരിക്കും. അവരെ മുഷിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ എംപറർ ഏരീസും ഉണ്ട്, 6 ഓഫ് പെന്റക്കിൾസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോണും ഉണ്ട്. നിങ്ങളുടെ വ്യക്തി ഒരു തരത്തിലും തേർഡ് പാർട്ടിയോട് കണക്റ്റഡ് അല്ല, കേട്ടോ. പക്ഷെ അവരോട് സംസാരിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം അറിയാനുള്ള ഒരു ആഗ്രഹം വന്നത്. കാരണം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, കേട്ടോ. അപ്പൊ ഇവര് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ വരുന്ന ആളായിരിക്കും. നിങ്ങൾക്കൊരു സുഖമില്ല നിങ്ങളുടെ വ്യക്തിയോട് ഈ തേർഡ് പാർട്ടി ഇടപെടുന്നത് കാണുമ്പോൾ. പക്ഷെ വ്യക്തിക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു സംശയം, എന്താണ് ഉദ്ദേശം? തേർഡ് പാർട്ടിക്ക് ഉദ്ദേശം ഉണ്ട്. ഓക്കെ, ഈ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം നടക്കുമോ? ഇതാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം, നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം നടക്കുമോ? ഇവിടെ ഏസ് ഓഫ് വാൻഡ്സും റിവേഴ്സും. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഫീലിങ്സും ഇല്ല. ഇവിടെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല, കേട്ടോ. പേജ് ഓഫ് കപ്സ് അപ്രൈറ്റ്. നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ വളരെ ഇന്നസെന്റ് ആയ, നിഷ്കളങ്കതയുള്ള ഒരു പുരുഷനോ സ്ത്രീയോ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കവും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി തുടങ്ങാൻ ആഗ്രഹമേ ഇല്ല. അങ്ങനെ ഒരു കണ്ടിട്ടേ ഇല്ല തേർഡ് പാർട്ടിയെ, കേട്ടോ. തേർഡ് പാർട്ടി എന്ത് വിചാരിച്ചോട്ടെ, പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ വ്യക്തി അങ്ങനെ ഒരു ചിന്തയെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലില്ല. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, അക്വാരിയസ് ആണിത്. നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ല, കേട്ടോ. മറ്റുള്ളവരെ സഹായിക്കണം, അവർക്ക് ഗുണത്തിൽ വരണം എന്ന ചിന്തയുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി. തേർഡ് പാർട്ടി എന്ത് വേണേ വിചാരിച്ചോട്ടെ, നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിക്കുക നിങ്ങൾ, കേട്ടോ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ ഓം നമഃ ശിവായ. ഇവിടെ ഹെയറോഫാൻഡ് റിവേഴ്സ് വരുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി സെവൻ ഓഫ് കപ്സ് റിവേഴ്സ് വരുന്നുണ്ട്. ഹസ്ബൻഡ് വൈഫ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ വ്യക്തിക്ക് വളരെ സ്ട്രോങ് ആയ ഫീലിംഗ് ആണുള്ളത്. നിങ്ങളോട് വളരെ സ്ട്രോങ് ആയ ഫീലിംഗ് ആണുള്ളത്. ടെമ്പറൻസും വരുന്നുണ്ട്. അപ്പോ ഇവിടെ നിങ്ങളുടെ വ്യക്തി ചില സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാലും ചിലരോട് സംസാരിക്കേണ്ടി വരുന്നില്ല. കാരണം നിങ്ങളുടെ വ്യക്തി വളരെ ട്രഡീഷണൽ ആയ, വളരെ കൺസർവേറ്റീവ് ആയ, വളരെ യാഥാസ്ഥിതികത്വമുള്ള ഒരു എനർജിയാണ്. സ്ത്രീയായാലും പുരുഷനായാലും അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അറിയാം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് അവർക്കറിയാം. പക്ഷെ ഇപ്പൊ അവർ ഫോളോ ചെയ്യുന്ന ആ ഫീൽഡ്, അവർ ചെയ്യുന്ന ജോലി ഇവരുടെ വിശ്വാസങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കാൻ ആണ് ഇവരെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു ഫീൽഡിലാണ് ഇവരിപ്പോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും നിങ്ങളുടെ വിവാഹം എല്ലാം വളരെ പരിപാവനമായിട്ടാണ് ഈ വ്യക്തി കാണുന്നതെങ്കിലും, അതുപോലെ മറ്റു ചില മതങ്ങളിൽ പറയും മറ്റു സ്ത്രീകളുടെ മുഖത്ത് നോക്കാൻ പാടില്ല എന്ന്. അപ്പോ അതുപോലെയുള്ളതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും, പക്ഷെ ജോലി സംബന്ധമായിട്ട് ഉപജീവന മാർഗമാകുമ്പോൾ ഈ വ്യക്തിക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും എവിടേക്കോ എന്തൊക്കെയോ ബാലൻസ് ചെയ്യാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വളരെ യാഥാസ്ഥികരാകുമ്പോൾ നമ്മളുടെ ഇന്നത്തെ പിള്ളേരുടെ ജീവിതവും ഇന്നത്തെ ആളുകളുടെ ജീവിതവും കാണുമ്പോൾ നമുക്കൊരു ഡൗട്ട് അടിക്കുന്നത്, എന്താണ് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ ജീവിതം, അതുകൊണ്ടാണ്. അപ്പൊ വ്യക്തിക്ക് എന്താണ് ചെയ്യുന്നത് വ്യക്തിക്ക് അറിയാം, നിങ്ങൾ പേടിക്കണ്ട എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്.
സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്. കേട്ടോ, നിങ്ങൾ അപ്പൊ പേടിക്കണ്ട. വ്യക്തി എന്ത് ചെയ്താലും വഴി വിട്ട ഒരു കാര്യവും വ്യക്തി ചെയ്യില്ല. കേട്ടോ, അപ്പോ വിശ്വാസം അത് വേണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട്. കേട്ടോ, അപ്പൊ അതാണ് രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ് അതാണ്. പിരിഞ്ഞുപോയി. ഇനി ഞാൻ മൂന്നാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഓം നമ ശിവായ. ഫോർ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാല് ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല തേർഡ് പാർട്ടി. ഇവിടെ തേർഡ് പാർട്ടി സ്റ്റക്കാണ്. നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തകളിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി സ്റ്റക്കാണ്. പക്ഷെ അവര് ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ആയിരിക്കാം തേർഡ് പാർട്ടിയോട് അട്രാക്ഷൻ ഉള്ളത്. നിങ്ങളുടെ വ്യക്തി അപ്രോച്ച് ചെയ്തപ്പോൾ തേർഡ് പാർട്ടി ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോട് തേർഡ് പാർട്ടിക്ക് ഭയങ്കര അട്രാക്ഷൻ ഉണ്ടാവും, പക്ഷെ തേർഡ് പാർട്ടി തൽക്കാലത്തേക്ക് ഒരു ആക്ഷനും എടുക്കുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഇപ്പൊ തൽക്കാലം ഒരു ആക്ഷനും എടുക്കുന്നില്ല, എനിക്ക് കുറെ ആലോചിക്കാനുണ്ട്, എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ഓൾറെഡി എന്നാണ് തേർഡ് പാർട്ടി പറയുന്നത്. വേറെ സ്ത്രീകൾ ചെറുതായാണ്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓം നമ ശിവായ. ഈ കാർഡ് ഷഫിൾ ചെയ്യുമ്പോഴേ കുറച്ചൊരു പണി കിട്ടും. കാരണം പേപ്പർ ആയതുകൊണ്ട് അങ്ങനെ സ്ലൈഡ് ചെയ്ത് കയറില്ല. കണ്ടോ, ഇപ്പൊ അത് റീഡിങ്ങിന് മുമ്പ് ഷഫിൾ ചെയ്ത് വെക്കണം. അപ്പൊ 3 റീഡിങ് ആവുമ്പോൾ പണി കിട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതിന്റെ ഇടയിൽ ഷഫിൾ ചെയ്തത്. ഭഗവാനെ ഓം നമ ശിവായ. പ്രാർത്ഥിക്കാം നല്ല കാർഡുകള് ഒരേ കാർഡ് കിട്ടാതിരിക്കണം. 3 കാർഡ് കിട്ടുന്നുണ്ട്. അപ്പോ ഇവിടെ 3 കാർഡ് 3 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്, 4 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്, 9 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. തേർഡ് പാർട്ടി ഇപ്പോ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക്, ഒരു വിവാഹ ജീവിതം ഉണ്ടായിരുന്നവർ ചിലപ്പോൾ ഇവരോട് ഡിവോഴ്സി ആയിരിക്കാം, സെപ്പറേറ്റഡ് ആയിരിക്കാം, ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന സമയമായിരിക്കാം. അപ്പോൾ അങ്ങനെയായിരിക്കാം നിങ്ങളുടെ വ്യക്തിയുമായിട്ട് തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ ഒരു ലോയർ വല്ലതും ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി, അഡ്വക്കേറ്റ്, അങ്ങനെ. അപ്പോ അങ്ങനെ എന്തോ ഒരു കണക്ഷനിലാണ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ട് പരിചയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇവര് ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആണ്. അപ്പൊ ഇവരുടെ സങ്കടങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാവും, സ്ത്രീ ആയാലും പുരുഷനായാലും. എന്തായാലും ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവര് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഇതിൽ നിന്ന് പോരാൻ പറ്റില്ല. പക്ഷെ ഇവര് ഈ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോന്നു. കേട്ടോ, കുറെ സങ്കടം ഉണ്ടായിരുന്നു. അപ്പോ അതെല്ലാം അത് ഓക്കെ, കഴിഞ്ഞ കാര്യം പോട്ടെ എന്നൊരു മനസ്സ് അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോ ഇവർ ഇതിന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല. അത് നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. നിങ്ങളുടെ വ്യക്തിയോട് ചിലപ്പോ അയ്യോ ഭയങ്കര സെൻഡി ആണെന്നൊക്കെ കള്ളത്തരമുള്ള തേർഡ് പാർട്ടിയാണ്, നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ആയിരിക്കാം തേർഡ് പാർട്ടിയെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കുറച്ച് അകത്തി കൊണ്ടുവന്നത്. കേട്ടോ, അതിന്റെ ഒരു കണക്ഷൻ ആയിരിക്കാം ഇത്. നമുക്ക് നോക്കാം. ഏരീസ് ലിയോ സാജിറ്റേറിയസ്, അക്വേറിയസ് ലിബ്ര ജെമിനി, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ഇതും അക്വേറിയസ് ലിബ്ര ജെമിനി. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിങ്സ് എന്താണ്? 2 കാർഡ് വന്നിട്ടുണ്ട്. ഹെർമിറ്റും 10 ഓഫ് കപ്സുമാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടിക്ക് ഇഷ്ടമാണ്. പക്ഷേ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് ബേബി നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലാണെന്ന് തേർഡ് പാർട്ടിക്ക് അറിയുന്നത് കൊണ്ടായിരിക്കാം. എന്നാലും ചില സമയത്ത് തേർഡ് പാർട്ടിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവര് ഒഴിഞ്ഞു നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ 10 ഓഫ് കപ്സ് ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ തേർഡ് പാർട്ടിയുടെ മനസ്സിൽ വളരെയധികം സന്തോഷം വരുന്നുണ്ടെങ്കിലും അത് ഫ്യൂച്ചറിൽ പണിയാകുമെന്ന് തേർഡ് പാർട്ടിക്ക് അറിയാം. കാരണം അവര് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിലുള്ള ഒരാളുമായിട്ട് തുടങ്ങിയാൽ നല്ല പണി കിട്ടും, ആ ഒരു ബോധം തേർഡ് പാർട്ടിക്ക് ഉണ്ട്. പക്ഷേ ഇവർക്ക് സന്തോഷം കിട്ടുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള കണക്ഷനിൽ നിന്ന്. അതുകൊണ്ടാണ് അവര് ഇവിടെ നിൽക്കുന്നത്, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കണക്ഷൻ വെക്കുന്നത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. കേട്ടോ, പക്ഷെ അവർ അതിൽ നിന്ന് മുമ്പോട്ട് പോയിട്ടില്ല എന്നാണ്. ഇടയ്ക്ക് ചിലപ്പോൾ വിളിച്ച് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് ചോദിക്കുന്നുണ്ടാവാം. ആ ഒരു കണക്ഷൻ ലിങ്ക് അവർ വിട്ടിട്ടില്ല. നിങ്ങളുടെ വ്യക്തിക്ക് ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഇത് വെർഗോ. നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്?
ടെമ്പറൻസും ഫൂൾ കാർഡും പേജ് ഓഫ് കപ്സും എംപററും 6 ഓഫ് പെന്റക്കിൾസും പിന്നെ വന്നിരിക്കുന്നത് ഹെയർ ഓഫ് ആണ്. തേർഡ് പാർട്ടിക്ക് ശരിക്കും തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ പോലെ ഒരാളാണ് ആയിരുന്ന ഇവരെ വിവാഹം കഴിച്ചിരുന്നതെങ്കിൽ ഇവരുടെ അങ്ങനെ ഒരു ഫാന്റസി അവർക്കുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ പോലത്തെ ഒരാളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഇവരുടെ ജീവിതം ഒന്നും കൂടെ നല്ലതായിരുന്നേനെ എന്നൊരു ചിന്ത ഇവർക്കുണ്ട്. പക്ഷെ അതിനനുസരിച്ച് അവർ ആക്ഷൻ എടുക്കുമോ, ആ ഉദ്ദേശം നടക്കുമോ എന്നത് നമുക്കൊന്ന് നോക്കണം. അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് കറക്റ്റ് ആയിട്ട് നോക്കാം. അപ്പോ ഇവര് ഒരു ബാലൻസ് കൊണ്ടുവരാൻ അവരുടെ ഇപ്പൊ അവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ട്. നേരത്തെ അവർക്ക് ഒട്ടും സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻ തുടങ്ങണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് ശരിയാവില്ല എന്നവരുടെ മനസ്സിൽ. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തില്ല. അത് കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ വൈഫിനെയോ ഹസ്ബൻഡിനെ ഉപേക്ഷിക്കില്ല എന്ന ഒരു കൺഫർമേഷൻ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തി കൊടുത്തിട്ടുണ്ട്. തേർഡ് പാർട്ടിക്ക് വെറുതെ തമാശക്കുള്ള ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നില്ല. തേർഡ് പാർട്ടി ഒരു ടൈം പാസ് അല്ല അവർക്ക് വേണ്ടത്. അവർക്ക് നല്ലൊരു വിവാഹ ജീവിതം വേണം. വിവാഹമാണ് അവർക്ക് വേണ്ടത്. പക്ഷേ നിങ്ങളുടെ വ്യക്തി അത് കൊടുക്കാൻ റെഡിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി അത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി ഒരു സ്ട്രോങ് ആയ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അറിവുള്ള ഒരാളാണ്. അപ്പൊ ഇവരുടെ എക്സ്പെക്ടേഷൻ നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. അത് പക്ഷെ നിങ്ങളുടെ വ്യക്തി കൊടുക്കാൻ റെഡി അല്ല കേട്ടോ. നിങ്ങളുടെ വ്യക്തി ഒരു ന്യൂ ബിഗിനിങ് ഇവരുമായിട്ട് വേണ്ട. ഇവർക്കൊരു സമാധാനം, നിങ്ങളുടെ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഒരു സമാധാനം. നിങ്ങളുടെ വ്യക്തി മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാൻ മനസ്സുള്ള ഒരാളായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടു കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത്. അപ്പൊ അതാണ് നിങ്ങളുടെ വ്യക്തിയോട് തേർഡ് പാർട്ടിക്കുള്ള ഒരു അട്രാക്ഷൻ. പിന്നെ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് സഹതാപമുണ്ട്. കാരണം പലതരം ആളുകൾ വരുന്നതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ. അപ്പൊ പലതരം റിലേഷൻഷിപ്പ്, പലതരം ആളുകളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ വ്യക്തി കണ്ടിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ കഴിവുന്നതും സഹായിക്കാൻ മനസ്സുള്ള ഒരാളായിരിക്കാം നിങ്ങളുടെ വ്യക്തി. അപ്പൊ അതുകൊണ്ട് ഇത്തിരിയൊക്കെ ഇവർക്ക് സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഫോൺ എടുക്കുന്നതും ഇവരോട് സംസാരിക്കുന്നതും കേട്ടോ. അപ്പൊ ഇവര് ഫോൺ വിളിച്ചാൽ എപ്പോഴും നിങ്ങളുടെ വ്യക്തി എടുക്കും. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഇനി ഇവര് വ്യക്തിയായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതല്ല, നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെയുമായിട്ടുള്ള കണക്ഷൻ ഒരിക്കലും വിടില്ല. വ്യക്തി നിങ്ങളുമായിട്ടുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ ആണ്. അതിപ്പോ ഭാര്യ ആയാലും ഭർത്താവായാലും ഗേൾഫ്രണ്ട് ആയാലും എന്ത് റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, നിങ്ങളൊരു തേർഡ് പാർട്ടി ആയിരിക്കാം, ഇത് വേറൊരു തേർഡ് പാർട്ടി ആയിരിക്കാം. അപ്പോ ഈ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ആള് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവാണ് ഭാര്യയാണെങ്കിൽ ആ ഒരു ബോധമുണ്ട് ഇവർക്ക്. ഇവരൊരിക്കലും അവരുടെ വിവാഹ ജീവിതം തമാശയാക്കി കാണില്ല. കാരണം അവരെന്നും കാണുന്നതാണ് കോടതികളില് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അടിയും ഭാര്യയും ഭർത്താവും കൊച്ചുങ്ങളുടെ ജീവിതം എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കുറച്ച് ബോധമുള്ള വിവരമുള്ള ഒരാളാണ്. അപ്പൊ വ്യക്തി സംസാരിക്കും തേർഡ് പാർട്ടിയോട്, എല്ലാവരോടും സംസാരിക്കുന്ന പോലെ. അല്ലാതെ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് ഇന്റൻഷൻ ഒന്നുമില്ല, ഉദ്ദേശമൊന്നുമില്ല. സാജിറ്റേറിയസ്, അക്വേറിയസ്, ഏരീസ്, കാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ടോറസ്. ഇവിടെ കുറച്ച് സീരിയസ് ആയ കാർഡുകൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവമാണ് കാണിക്കുന്നത്. വളരെ സ്ട്രോങ് ആയ പേഴ്സണാലിറ്റിയാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും കേട്ടോ. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ സോഷ്യൽ സർവീസ് ചെയ്യുന്നവരും അങ്ങനെയല്ല. എത്രയോ എന്തൊക്കെ തരം ആളുകളോട് നമുക്ക് സംസാരിക്കുന്നത്. പക്ഷെ അവരോടെല്ലാം കണക്ഷൻ നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം നടക്കുമോ? പേജ് ഓഫ് പെന്റക്കിൾ റിവേഴ്സ് ആണ്. ഇല്ല, നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഈ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം നടക്കില്ല. ഉദ്ദേശം നടക്കുന്നില്ല, കല്യാണം നടക്കില്ല, ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയില്ല ഇവര് രണ്ടുപേരും. കാരണം തേർഡ് പാർട്ടിയുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ വ്യക്തി അംഗീകരിച്ച് കൊടുക്കില്ല, സാധിച്ചു കൊടുക്കില്ല. അപ്പൊ തന്നെ അവിടെ റിലേഷൻഷിപ്പ് ഇല്ല കേട്ടോ. അപ്പോ പേജ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. ഇത് തുടക്കത്തിലെ നശിച്ചു പോകുന്ന റിലേഷൻഷിപ്പ് ആണ്. നൈറ്റ് ഓഫ് കപ്സ്, തേർഡ് പാർട്ടി വേറെ ആരെങ്കിലും അന്വേഷിച്ച് പൊക്കോളും. തേർഡ് പാർട്ടി കുറച്ച് കഴിയുമ്പോൾ തേർഡ് പാർട്ടിക്ക് മതിയാവും. കാരണം അവരുടെ എക്സ്പെക്ടേഷൻ ഒന്നും നടക്കില്ല. തേർഡ് പാർട്ടി അപ്പൊ വേറെ ആരെങ്കിലും അന്വേഷിച്ച് പൊക്കോളും, വേറൊരു ജീവിതത്തിലേക്ക്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഫോർ ഓഫ് വേർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആക്ഷൻ ഒന്നും എടുക്കണ്ട. നിങ്ങൾ ഇത് വിട്ടുകളയുക. ഇത് യൂണിവേഴ്സ് നോക്കിക്കോളും. നിങ്ങളുടെ വ്യക്തിയും നോക്കുന്നുണ്ട്. നിങ്ങളായിട്ട് ഇതിനകത്ത് ആക്ഷൻ എടുത്ത് കോളം ആക്കണ്ട. നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിച്ച് കൂടെ നിർത്താൻ നോക്കുക. 2 4 ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ വേൾഡ് കാർഡ്. നിങ്ങൾ ലോക പരിചയം കുറവായത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ. ഒരാണും പെണ്ണും തമ്മിൽ സംസാരിച്ചത് കൊണ്ട് അവിടെ റിലേഷൻഷിപ്പ് ആവണമെന്നില്ല. ഒരാള് മറ്റേയാളോട് സഹതാപം തോന്നുന്നത് കൊണ്ട് റിലേഷൻഷിപ്പ് വേണമെന്നില്ല.
എല്ലാവർക്കും എല്ലാവരുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങാൻ പറ്റില്ല. നമ്മളും കൂടെ വിചാരിക്കണം. നിങ്ങളുടെ വ്യക്തിയും കൂടെ വിചാരിച്ചാലല്ലേ തേർഡ് പാർട്ടി എത്ര ആഗ്രഹിച്ചാലും നിങ്ങളുടെ വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വേൾഡ് കാർഡ് ഏസ് ഓഫ് കപ്സ്. നിങ്ങളുമായിട്ടാണ് സ്നേഹം. നിങ്ങൾ സ്നേഹം കൊടുക്കുക, തിരിച്ച് സ്നേഹം കിട്ടും. വ്യക്തി വേറെ ആളുടെയും പുറകെ പോവില്ല. പിന്നെ കിങ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് വരുന്നുണ്ട്. കിങ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ ജനറസ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ വ്യക്തി. അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം അതിലൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് സന്തോഷം കിട്ടുന്നത്. നമ്മള് മറ്റുള്ളവർ നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് നമ്മളുടെ ഫ്രീഡം നമ്മൾ കളയരുത്. വ്യക്തിയെ ഫ്രീ ആയിട്ട് വിടുക. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, World card Taurus, Leo, Aquarius, Scorpio, Cancer, Pisces, Scorpio, King of Pentacles, Taurus, Virgo, Capricorn. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മിക്ക തേർഡ് പാർട്ടിയും വെറുതെ വന്നിട്ട് പോകുന്നതാണ്. അവരുടെ ഒരു ആഗ്രഹം വന്നിട്ട് പൊക്കോട്ടെ. നിങ്ങൾക്ക് എന്താ? നിങ്ങളുടെ വ്യക്തികളൊന്നും അതിന്റെ പുറകെ പോകുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോ വെറുതെ നിങ്ങൾ ആവശ്യമില്ലാത്ത ഓവറായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് തല പുറത്ത് ആ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക കേട്ടോ. അപ്പോ ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും ചെയ്താൽ നമസ്കാരം.